നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 മെയ് മാസം 12-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: രാജ്യത്ത് ഉടൻ തന്നെ പെട്രോൾ, ഡീസൽ, പാചകവാതകം എന്നിവയുടെ വില വർദ്ധിക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 5 രൂപ മുതൽ 10 രൂപ വരെ കൂടിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ പൊതുമേഖല എണ്ണ വിതരണ കമ്പനികൾക്ക് ഏകദേശം 30,000 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായിട്ടും ഇത് മറികടക്കാനായിട്ട് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതായിട്ടും വിവരമുണ്ട്. കൂടാതെ വാർഷിക വരുമാനം 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ളവർക്ക് ഇനി മുതൽ പാചകവാതക സബ്സിഡി ലഭിക്കില്ല. ആദായ നികുതി രേഖകളൊക്കെ തന്നെ പരിശോധിച്ച് ഇത്തരം ഗുണഭോക്താക്കളെ സബ്സിഡിയിൽ നിന്നും ഒഴിവാക്കി തുടങ്ങിയിരിക്കുകയാണ്. നിലവിൽ സബ്സിഡി ലഭിക്കാൻ അർഹതയുള്ളവർക്ക് 24 രൂപ 50 പൈസയാണ് ലഭിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ 1800-233-355 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അതേസമയം പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപയോഗം കുറയ്ക്കാനും ഇലക്ട്രിക് വാഹനങ്ങൾക്കും പൊതുഗതാഗതത്തിനുമൊക്കെ തന്നെ മുൻഗണന നൽകാനും നിർദ്ദേശങ്ങളുണ്ട്. നിലവിലെ സാമ്പത്തിക സാഹചര്യമൊക്കെ തന്നെ പരിഗണിച്ച് അത്യാവശ്യമല്ലാത്ത സ്വർണം വാങ്ങുന്നതും വിദേശ യാത്രകളുമൊക്കെ തന്നെ ഒഴിവാക്കണമെന്നും സ്വദേശി ഉൽപ്പന്നങ്ങൾക്കും ജൈവ കൃഷിക്കും കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുമുള്ള സന്ദേശങ്ങൾ ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നത് രാജ്യത്തെ സ്വർണ്ണവിലയെയും അതോടൊപ്പം തന്നെ ഇറക്കുമതി തീരുവയെയും ബാധിച്ചേക്കുമെന്ന ആശങ്കയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ കാർഷിക ആനുകൂല്യങ്ങൾ അത് തുടർന്നും ലഭിക്കുന്നതിനായിട്ട് ഈ മാസം 30-നകം അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കി 12 അക്ക കർഷക ID കൈപ്പറ്റേണ്ടത് നിർബന്ധമാണ്. PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലൂടെ ലഭിക്കുന്ന 6,000 രൂപ, അതുപോലെ തന്നെ സബ്സിഡി നിരക്കിലുള്ള വളം, വിത്ത്, ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാ സേവനങ്ങളും ഇനി മുതൽ ഈ ഒരു ID കാർഡ് ഉള്ളവർക്ക് മാത്രമായിട്ട് പരിമിതപ്പെടും. സംസ്ഥാനത്തെ പകുതിയോളം കർഷകർ ഇനിയും രജിസ്റ്റർ ചെയ്യാത്ത സാഹചര്യത്തിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സ്വന്തമായിട്ടോ അപേക്ഷകൾ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. നിങ്ങളുടെ ഭൂമിയുടെ വിവരങ്ങൾ വില്ലേജ് ഓഫീസുകളിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കും ഈ ഒരു ID അനുവദിക്കുക. ആനുകൂല്യങ്ങൾ തടസ്സപ്പെടാതിരിക്കാനായിട്ട് എല്ലാ കർഷകരും എത്രയും വേഗം തന്നെ ഈ ഡിജിറ്റൽ സംവിധാനത്തിൻ്റെ ഭാഗമാകേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ മുഖേന നടപ്പിലാക്കുന്ന സുമിത്രം പദ്ധതി. ഈ പദ്ധതി വഴി ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെയൊക്കെ തന്നെ വിവാഹ ആവശ്യങ്ങൾക്കായിട്ട് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാക്കുന്ന സവിശേഷമായിട്ടുള്ള ഒരു സംരംഭമാണ്. മുസ്ലിം, ക്രിസ്ത്യൻ, ജൈന, സിഖ്, പാഴ്സി, ബുദ്ധ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് അർഹതയുള്ള ഈ പദ്ധതി വിവാഹ ചെലവുകൾക്കായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസവും പ്രതീക്ഷയുമാണ് നൽകുന്നത്. ഈ പദ്ധതി പ്രകാരം ഒരാൾക്ക് പരമാവധി 5 ലക്ഷം രൂപ വരെയാണ് വായ്പയായിട്ട് ലഭിക്കുന്നത്. വെറും 6% എന്ന ആകർഷകമായിട്ടുള്ള പലിശ നിരക്കിൽ അനുവദിക്കുന്ന ഈ തുക വസ്തുജാമ്യത്തിൻ്റെയോ അല്ലെങ്കിൽ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ വ്യക്തിഗത ജാമ്യത്തിൻ്റെയോ ഒക്കെ തന്നെ അടിസ്ഥാനത്തിലാണ് ഗുണഭോക്താക്കൾക്ക് കൈമാറുന്നത്. അർഹരായവർക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ലളിതമായിട്ടുള്ള വ്യവസ്ഥകളോടെ വിവാഹ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് ഈ പദ്ധതി വഴി സാധിക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്തെ മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ മുഖേന നൽകുന്ന വിദ്യാസമുന്നതി സ്കോളർഷിപ്പിൻ്റെയൊക്കെ തന്നെ തുക അത് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇപ്പോൾ വിതരണം ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ അക്കാദമിക വർഷം ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, UG, PG കൂടാതെ പ്രൊഫഷണൽ ടെക്നിക്കൽ കോഴ്സുകൾക്ക് തന്നെ അപേക്ഷിച്ചവർക്കാണ് ഇപ്പോൾ ഈ സ്കോളർഷിപ്പ് തുക ലഭിക്കുന്നത്. ഇതുവരെ തുക ലഭിക്കാത്തവർ മുന്നോക്ക സമുദായ കോർപ്പറേഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള 2025-26 വർഷത്തെ ബെനഫിഷ്യറി ലിസ്റ്റ് പരിശോധിക്കേണ്ടതാണ്. വെബ്സൈറ്റിലെ സ്റ്റാറ്റസ് പരിശോധനയിലൂടെ ഓരോ കാറ്റഗറിയിലുമുള്ള അപേക്ഷകർക്കും തങ്ങളുടെ അപേക്ഷയുടെ നിലവിലത്തെ സ്ഥിതി കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപേക്ഷ സമയത്ത് ലഭിച്ച ID നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും തുക ലഭിക്കാത്തവരോ അല്ലെങ്കിൽ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ സംശയങ്ങളൊക്കെ തന്നെ ഉള്ളവരോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോർപ്പറേഷന്റെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. കൂടാതെ മുന്നോക്ക വിഭാഗങ്ങൾക്കായിട്ട് നടപ്പിലാക്കുന്ന വീട് പുനരുദ്ധാരണം, അതോടൊപ്പം തന്നെ വിവാഹ ധനസഹായം തുടങ്ങിയ പദ്ധതികളുടെയൊക്കെ തന്നെ ഗുണഭോക്തൃ പട്ടികയും നിലവിൽ പ്രസിദ്ധീകരിച്ചു വരികയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വലിയ ആശ്വാസം പകർന്നുകൊണ്ട് പ്രതിമാസ ധനസഹായം അത് 3,000 രൂപയിലേക്ക് ഉയർത്താനുള്ള നടപടികൾ സർക്കാർ ഇപ്പോൾ വളരെ വേഗത്തിലാക്കുകയാണ്. നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 2,000 രൂപയിൽ നിന്നും 1,000 രൂപയുടെ വർധനവാണ് വരാനിരിക്കുന്നത്. ഇതിൽ തന്നെ പ്രത്യേകം ശ്രദ്ധേയമായ ഒരു കാര്യം ഭിന്നശേഷി നേരിടുന്നവർക്കുള്ള പ്രത്യേക പരിഗണനയാണ്. ഇവർക്ക് സാധാരണ പെൻഷൻ തുകയേക്കാൾ
25% അധിക തുക നൽകണമെന്ന മുൻകാല ശുപാർശകൾ സർക്കാർ അംഗീകരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഇതോടെ ഭിന്നശേഷിക്കാർക്ക് ലഭിക്കുന്ന തുക 3000 രൂപയ്ക്ക് മുകളിലാവുകയും അത് അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങളൊക്കെ തന്നെ കൊണ്ടുവരികയും ചെയ്യും. എന്നാൽ നിലവിൽ മെയ് മാസത്തിലെ പെൻഷൻ വിതരണത്തിലുള്ള ഉത്തരവുകളൊക്കെ തന്നെ പുറത്തു വന്ന സാഹചര്യത്തിൽ ഈ മാസം പഴയ നിരക്കായിട്ടുള്ള 2000 രൂപ തന്നെയായിരിക്കും നമുക്ക് വിതരണം ഉണ്ടാവുക. സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ച 5 പ്രധാന ഗ്യാരണ്ടികൾ അത് നടപ്പിലാക്കുന്നതിൻ്റെയൊക്കെ തന്നെ ഭാഗമായിട്ടാണ് ഈ പെൻഷൻ പരിഷ്കരണം ഇപ്പോൾ വരുന്നത്. പുതിയ നിരക്കിലുള്ള തുക ജൂൺ അല്ലെങ്കിൽ ജൂലൈ മാസത്തോടെ ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇതിനായിട്ട് നിലവിലുള്ള പെൻഷൻകാർ പുതിയ അപേക്ഷകളോ അല്ലെങ്കിൽ പുതിയ രേഖകളോ ഒന്നും സമർപ്പിക്കേണ്ട ആവശ്യമില്ല. മുൻപ് 1600 രൂപയിൽ നിന്ന് 2000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചപ്പോൾ നടപ്പിലാക്കിയ അതേ ലളിതമായിട്ടുള്ള രീതിയിൽ തന്നെ വർദ്ധിപ്പിച്ച തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അതോടൊപ്പം തന്നെ കൈകളിലേക്കൊക്കെ തന്നെ എത്തിച്ചിരുന്നതാണ്. വിവിധ വകുപ്പുകൾക്ക് ഇത് സംബന്ധിച്ചുള്ള കർശന നിർദ്ദേശങ്ങളും സർക്കാർ ഇപ്പോൾ ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തിലെ റേഷൻ വിഹിതം കൈപ്പറ്റാനായിട്ട് സാധിക്കാത്തവർക്കായിട്ട് വിതരണ കാലാവധി ഈ മെയ് മാസം 15-ാം തീയതി വരെയാണ് ദീർഘിപ്പിച്ചിരിക്കുന്നത്. ഏപ്രിൽ 4-ാം തീയതി മുതൽ ആരംഭിച്ച ഈ ഒരു പ്രത്യേക വിതരണ ക്രമീകരണത്തിലൂടെ ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ വിഹിതം അത് ഒന്നിച്ചു വാങ്ങാനുള്ള ഒരു അവസരമാണ് പൊതുജനങ്ങൾക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. മെയ് 15 വരെ മാത്രമാണുള്ളത്. എന്നാൽ ഏപ്രിൽ മാസത്തിൽ തന്നെ കൃത്യമായിട്ട് റേഷൻ വാങ്ങി ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തെ വിഹിതം മെയ് 30 വരെ സാധാരണ നിലയിൽ കൈപ്പറ്റാവുന്നതാണ്. 2 മാസത്തെയും വിഹിതം ഇതിനോടകം തന്നെ ഒരുമിച്ച് വാങ്ങി തീർത്തവർക്ക് ഈ മാസം ഇനി റേഷൻ ലഭ്യമാവില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. റേഷൻ വിതരണത്തോടൊപ്പം തന്നെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി സബ്സിഡി സാധനങ്ങളുടെ മെയ് മാസത്തെ വിതരണവും പുരോഗമിക്കുകയാണ്. പുതുക്കിയ വില വിവരങ്ങൾ പ്രകാരം ചെറുപയർ കിലോയ്ക്ക് 85 രൂപ, അതുപോലെ തന്നെ ഉഴുന്ന് 87 രൂപ, കടല 63 രൂപ, വൻപയർ 68 രൂപ, തുവരപ്പരിപ്പ് 83 രൂപ എന്നിങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. മുളക് കിലോയ്ക്ക് 130 രൂപയായിട്ടും മല്ലി അര കിലോയ്ക്ക് 45 രൂപയായും പഞ്ചസാര കിലോയ്ക്ക് 33 രൂപയായിട്ടും നിജപ്പെടുത്തി. മുളക് കിലോയ്ക്ക് 130 രൂപയായിട്ടും മല്ലി അര കിലോയ്ക്ക് 45 രൂപയും അതുപോലെ തന്നെ പഞ്ചസാര കിലോയ്ക്ക് 33 രൂപയായിട്ടും നിജപ്പെടുത്തിയിട്ടുണ്ട്. വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ 1 ലിറ്ററിന് 256 രൂപയാണ് വില വരുന്നത്. ഇതിൽ 1/2 ലിറ്റർ സബ്സിഡി നിരക്കിലും ബാക്കി 1/2 ലിറ്റർ അത് സബ്സിഡി ഇല്ലാത്ത നിരക്കിലുമാണ് വിതരണം ചെയ്യുന്നത്. നിലവിൽ പൊതുവിപണിയിലാകട്ടെ വെളിച്ചെണ്ണയ്ക്ക് സപ്ലൈകോ നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അരി ഇനങ്ങളായിട്ടുള്ള ജയ, കുറുവ, മട്ട എന്നിവയ്ക്ക് കിലോയ്ക്ക് 33 രൂപയും പച്ചരിക്ക് 29 രൂപയുമാണ് പുതിയ നിരക്ക്. റേഷൻ കാർഡ് ഉടമകൾക്ക് ഈ ആനുകൂല്യങ്ങളെല്ലാം തന്നെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി ഇപ്പോൾ ലഭ്യമാവുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. തിങ്കളാഴ്ച മെയ് 11-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 20 രൂപ കുറഞ്ഞ് 13,945 രൂപയും പവന് 160 രൂപ കുറഞ്ഞ് 1,11,560 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങളെ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരുന്ന കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.